ഒരു ഭൂമി തട്ടിപ്പ് നേരാവണ്ണം അന്വേഷിക്കാൻ ഹൈക്കോടതി കയറണോ? ഈ ചോദ്യം ഉയരുന്നത് വെറുതെയല്ല. കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസുകൾ CBIക്ക് വിട്ട ഹൈക്കോടതി വിധിയുടെ നാൾ വഴികളാണ് ഈ ചോദ്യത്തിന് കാരണം. പോലീസ് വിജിലൻസ് റിപ്പോർട്ട്, റവന്യൂ വിജിലൻസ് റിപ്പോർട്ട്, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട്, ഭൂമി തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എല്ലാം ലഭ്യമായിട്ടും കേസ് CBIക്ക് വിടാൻ ഹൈക്കോടതി വിധി തന്നെ വേണ്ടി വന്നു. തട്ടിപ്പിന്റെ രീതി കൊണ്ടും ഉന്നത ബന്ധം കൊണ്ടും കേസിനെ പ്രതിരോധിക്കാനുള്ള നീക്കം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് കടകംപള്ളിയിലെയും കളമശ്ശേരിയിലെയും ഭൂമി തട്ടിപ്പുകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരൻ വരെ ആ ബന്ധം എത്തി. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം വരെ കോടതി വിധിയിൽ കയറിപ്പറ്റി. പരാമർശങ്ങൾക്ക് സ്റ്റേ ലഭിച്ചിട്ടുണ്ടെങ്കിലും കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ്. ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭൂമി തട്ടിപ്പിന് ഉന്നതതല ബന്ധമുണ്ടെന്ന ആരോപണത്തിന് കഴമ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ ഭൂമാഫിയയുടെ തലവനായി പ്രവർത്തിച്ചുവെന്ന് കരുതുന്നതിൽ തെറ്റില്ല. വ്യാജരേഖകളുടെ നിർമ്മാണവും റവന്യൂ രേഖകളിൽ കൃത്രിമവും നടന്നു. റവന്യൂ ഉദ്യോഗസ്ഥരും ഭൂമി തട്ടിപ്പുകാരും ഗൂഢാലോചന നടത്തി. നിർണായക സ്വാധീനമുള്ളവർ ഉൾപ്പെട്ട കേസായതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പീൽ നൽകി സ്റ്റേ ചെയ്ത മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇവയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രിമിനൽ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകൾക്കിടയിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെ സാന്നിധ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാതൃകാ സ്ഥാപനമാകേണ്ടതുണ്ട്. ഭൂമി തട്ടിപ്പിന്റെ ആഴവും പരപ്പുമാണ് ഇത്രയും രൂക്ഷമായ കോടതി പരാമർശങ്ങൾക്ക് കാരണം. തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകുന്നതും ഇതാണ്. ആദ്യം കടകംപള്ളി ഭൂമി തട്ടിപ്പിന്റെ നാൾ വഴികൾ നോക്കാം. കടകംപള്ളിയിലെ 44 ഏക്കർ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകൾ തിരുവിതാംകൂർ രാജകുടുംബം. രാജകുടുംബത്തിൽ നിന്ന് കൂവക്കര മഠത്തിന് ലഭിച്ചു. അവരിൽ നിന്ന് ശംഭു പോറ്റിയിലേക്ക്. ഇപ്പോഴത്തെ താമസക്കാരുടെ പൂർവികർ ശംഭു പോറ്റിയിൽ നിന്ന് വാങ്ങിയവരും കുടികിടപ്പ് അവകാശം ലഭിച്ചവരുമാണ്. ഈ വഴിയിലൊന്നും തന്നെ ഭൂമി തട്ടിപ്പിന് നേതൃത്വം നൽകിയവരായ വർക്കല ഇടവ സ്വദേശി അഷ്റഫോ അവരുടെ മുൻഗാമികളോ കടന്നുവരുന്നില്ല. അഷ്റഫിന്റെ മുൻഗാമി അബ്ദുൾ റഹ്മാൻ കുഞ്ഞിനുള്ള വിദൂര ബന്ധം ശംഭു പോറ്റിയിൽ നിന്ന് 10 വർഷത്തേക്ക് ഒറ്റിയെടുത്തു എന്നതാണ്. ഒറ്റിയുടെ കാലാവധി കഴിയുകയും ശംഭു പോറ്റി കോടതിയിൽ നിന്ന് ലേലം വഴി ഈ സ്ഥലം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നെ തട്ടിപ്പിന് കളമൊരുങ്ങുന്നത് എങ്ങനെ? അബ്ദുറഹ്മാൻ കുഞ്ഞിന്റെ ബന്ധുക്കൾ ഒരു ഭാഗം വെക്കൽ കേസ് നൽകുന്നു. അവർക്കുള്ള മറ്റു വസ്തുവകകൾക്കൊപ്പം ഈ വസ്തുവിന്റെ ഒറ്റിരേഖയും ഇതോടൊപ്പം ഹാജരാക്കുന്നു. കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പിലൂടെ ഭാഗം വെച്ചപ്പോൾ ഈ സ്ഥലം അബ്ദുറഹ്മാൻ കുഞ്ഞിന്റെ മകളായ മുഹമ്മദ് ഫാത്തിമയുടെ ഭാഗമായി മാറുന്നു. കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പായതിനാൽ കൈവശാവകാശം കോടതി പരിശോധിച്ചിട്ടില്ല. കോടതിയിൽ ഇത് വിചാരണയ്ക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് എന്നുള്ള കാര്യം പറഞ്ഞ് ഞങ്ങൾ കോടതിക്ക് വെളിയിൽ വെച്ച് ഞങ്ങൾ ഒത്തുതീർപ്പായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കേസ് വിഡ്രോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ കോടതിയിൽ നിന്നും അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിക്രിയോ അവർക്ക് ഉടമസ്ഥാവകാശം അതാത് ആൾക്കാർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവോ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. അഷ്റഫ് പിന്നീട് മുഹമ്മദ് ഫാത്തിമയിൽ നിന്ന് അവകാശം നേടിയെടുത്തു. ഇങ്ങനെയാണ് 200 കോടി രൂപയോളം വില വരുമെന്ന് ഹൈക്കോടതി തന്നെ വിലയിരുത്തിയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഇടവ സ്വദേശി അഷ്റഫ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തരം രജിസ്ട്രേഷനുകളെല്ലാം നടക്കുന്നത് കടകംപള്ളി ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോട്ടയ്ക്കകം സബ് രജിസ്ട്രാർ ഓഫീസിലല്ല. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളെല്ലാം അവർ തിരുവനന്തപുരത്ത് ഭാഗപത്രം തീർക്കാതെ വർക്കലയിലും മറ്റ് തിരുവനന്തപുരത്തിന് വെളിയിലുള്ള രജിസ്റ്റർ ഓഫീസുകളിലും അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് അവർ ഭാഗപത്രം ചമച്ച്. ഇനിയാണ് ഭൂമിയുടെ കൈവശാവകാശം നേടാനായി അഷ്റഫും സംഘവും ശ്രമം തുടരുന്നത്. ഭൂമി തട്ടിപ്പിന് കോടതി നടപടികളെ കൂടി പങ്കാളികളാക്കുന്ന രീതിയാണ് ഇവിടെ പരീക്ഷിച്ചത്. ആ കഥ ഇങ്ങനെ. കടകംപള്ളിയിലെ 18 സർവേ നമ്പറുകളായി കിടക്കുന്ന കരം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. 8720/2012 നമ്പറായ റിട്ട് പെറ്റീഷൻ. അഷ്റഫിന്റെ മാതാവ് മുഹമ്മദ് ഫാത്തിമ ആയിരുന്നു ഹർജിക്കാരി. കോടതി റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് തേടുന്നു. കടകംപള്ളി വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ തഹസീൽദാർ ജി ഹരിഹരൻ നായർ റിപ്പോർട്ട് നൽകി. പറയപ്പെടുന്ന സ്ഥലം ഹർജിക്കാരന്റെ ഉടമസ്ഥതയിലോ കൈവശമോ അല്ല. അതിനാൽ കരം ഒടുക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ കഴിയില്ല. രേഖകൾ പ്രകാരം നടത്തിയ ശരിയായ നടപടി. അതിനിടയിൽ മുഹമ്മദ് ഫാത്തിമ മരിക്കുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രതികൂലമായതോടെ മുഹമ്മദ് ഫാത്തിമയുടെ മകൻ അഷ്റഫ് കേസിൽ പിന്നീട് കക്ഷി ചേർന്നില്ല. മാസങ്ങൾക്ക് ശേഷം അടുത്ത പെറ്റീഷൻ, റിട്ട് പെറ്റീഷൻ 420/2012. കടകംപള്ളിയിലെ 44 ഏക്കറിൽ ഉൾപ്പെട്ട 1.6 ഏക്കർ ഭൂമിയുടെ കരം സ്വീകരിക്കണമെന്ന ആവശ്യം.
ഹർജിക്കാരൻ അഷ്റഫ് പതിവ് പോലെ കോടതി റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് തേടി. എന്നാൽ ഇവിടെ കഥയ്ക്ക് ചെറിയ മാറ്റം വരുന്നു. വില്ലേജ് ഓഫീസറും അഡീഷണൽ തഹസീൽദാറും മാറിയില്ല, പക്ഷേ അവരുടെ റിപ്പോർട്ട് മാറി. സ്ഥലം അഷ്റഫിന്റെ സ്വന്തമെന്ന്. ഈ റിപ്പോർട്ടിലാണ് 3587 എന്ന വ്യാജ തണ്ടപ്പേര് കടന്നു വരുന്നത്. 8720 ഈ മുഹമ്മദ് അഷ്റഫ് മുതലായവർക്ക് വളരെ പ്രതികൂലമായ റിപ്പോർട്ട് എഴുതിയ ഇതേ വില്ലേജ് ഓഫീസറും അഡീഷണൽ തഹസിൽദാരും ഈ 420 എന്ന WPCയിൽ ഇവർക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതുന്നു. മാത്രമല്ല 3587 എന്നുള്ള തണ്ടപ്പേരിലാണ് ഇത് ഉൾപ്പെടുന്നതും കൂടെ അതിനകത്ത് സൂചിപ്പിക്കുന്നു. ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ കൈക്കൂലിക്കും അഴിമതിക്കും വേണ്ടി വശംവദനായി ഒരേ വസ്തുക്കളിൽ തന്നെ 2 റിപ്പോർട്ടുകൾ എഴുതുന്നു. ഇതിൽ മുകളിൽ നിന്നുള്ള വളരെ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഇൻഫ്ലുവൻസും രാഷ്ട്രീയ സ്വാധീനവും ഉൾപ്പെട്ടിരുന്നു ഞങ്ങൾ സംശയിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി കരമടയ്ക്കാൻ അനുമതി നൽകി. തുടർന്ന് 10/12/12 വില്ലേജ് ഓഫീസറായിരുന്ന സുബ്രഹ്മണ്യപിള്ള കരം സ്വീകരിച്ചു. കൈവശാവകാശ സർട്ടിഫിക്കറ്റും നൽകി. ഇതിനു പിന്നിലും മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് സുബ്രഹ്മണ്യപിള്ള നൽകിയ മൊഴിയിലുണ്ട്. തട്ടിപ്പിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ അഷ്റഫും സംഘവും വീണ്ടും ഇതേ തന്ത്രവുമായി കോടതിയിലേക്ക്. 44.5 ഏക്കറിലെ 1.62 ഏക്കർ കഴിഞ്ഞുള്ള സ്ഥലത്തിന്റെ കരം സ്വീകരിക്കണമെന്ന ആവശ്യം. റിട്ട് പെറ്റീഷൻ നമ്പർ 770/2013. എന്നാൽ തട്ടിപ്പ് പൂർത്തിയാക്കാൻ തട്ടിപ്പുകാർക്ക് കഴിഞ്ഞില്ല. നേരത്തെ അനുകൂല റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസറും അഡീഷണൽ തഹസീൽദാറും സ്ഥലം മാറി. അജയ്കുമാർ എന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ തഹസീൽദാറായ ശോഭനകുമാരി നൽകിയ റിപ്പോർട്ട് അഷ്റഫിന് എതിരായിരുന്നു. 420 എന്ന WPCക്ക് കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമായി അന്നത്തെ സ്ഥാനം മാറി വന്ന അഡീഷണൽ തഹസീൽദാർ ശോഭനകുമാരി മാഡം ഈ തട്ടിപ്പ് സംഘത്തിന് എതിരായി റിപ്പോർട്ട് എഴുതി. അതായത് ഇത്രയും 18 സർവേ നമ്പരും ഇവരെ കൈവശത്തില്ല, ഇത് അന്യ കൈവശത്താണെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നൽകി ആ WPC ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. റവന്യൂ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും പ്രവർത്തിച്ചുവെന്നതിന് തെളിവാണ് കരം സ്വീകരിക്കാൻ ആദ്യമെടുത്ത തീരുമാനം. എന്നാൽ ഉദ്യോഗസ്ഥർ നിയമപ്രകാരം പ്രവർത്തിച്ചപ്പോൾ ഈ നീക്കം വിഫലമാകുന്നതും നാം കാണുന്നു. തട്ടിപ്പിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെടുത്തിയ സംഭവമായിരുന്നു ഇതൊക്കെ. തട്ടിയെടുക്കാൻ ശ്രമിച്ച ഭൂമി മറിച്ചു വിൽക്കാനും ഇവർ ശ്രമം നടത്തി. സ്ഥലം വിവിധ പ്ലോട്ടുകളാക്കി വിൽക്കാനാണ് ശ്രമിച്ചത്. മൻസൂർ ഹാരിസ്, കടക്കൽ ഗോപി, ബാപ്പിന മാമൻ എന്നിങ്ങനെ നിരവധി പേർക്ക് വിൽപ്പന നടത്തിയതിലൂടെ കോടികൾ സംഘം സ്വന്തമാക്കി. ഇതിനായി കടകംപള്ളിയിലെ ഭൂ ഉടമകളുമായി സംസാരിക്കുന്നതിലൂടെയാണ് സലീം രാജ് എന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഈ തട്ടിപ്പിൽ പ്രത്യക്ഷമായി കടന്നുവരുന്നത്. ഒരു മീറ്റിംഗ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ അറേഞ്ച് ചെയ്തു. ഇത് അറേഞ്ച് ചെയ്തത് മിസ്റ്റർ സലീം രാജ് ആയിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിന് പോയപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇതേ ഭാഷയിലും, അതായത് ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ കയറിയതും കരം വാങ്ങുവാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഓഫീസേഴ്സിനുള്ള ഉത്തരവ് കൊടുത്തതായിട്ടും എല്ലാം പറഞ്ഞതിന് ശേഷം 50% ഓഫ് ദി ലാൻഡ്, അതായത് 44 ഏക്കറിൽ പകുതി 22.5 ഏക്കർ അവർക്ക് തീരാധാരം പതിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് എഴുതി കൊടുത്താൽ അവർ ഈ കേസുകളെല്ലാം പിൻവലിക്കുകയും കരമെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരികയും ചെയ്യാമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിനെ വിസമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം വളരെ ദുഷ്കരമായിരിക്കും, നിങ്ങളെ ഒന്നും കൊണ്ട് താങ്ങാനൊക്കുകയില്ല എന്ന് ഭീഷണി മുടക്കുകയുണ്ടായി. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ കടകംപള്ളിയിലെ ഭൂ ഉടമകൾക്ക് തട്ടിപ്പിനെ കുറിച്ചുള്ള അവ്യക്തമായ ചില സൂചനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ കരം സ്വീകരിക്കാതായത് മുതലാണ് തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇവർ തിരിച്ചറിയുന്നത്. പിന്നീട് ഉന്നത ബന്ധമുള്ള തട്ടിപ്പുകാർക്കെതിരായ പോരാട്ടത്തിന്റെ ചരിത്രമാണ്. 2013-14 കരമടയ്ക്കാനായി കിഷോർ വില്ലേജ് ഓഫീസിൽ പോകുന്നതോടെയാണ് ഇരകളുടെ പോരാട്ടം തുടങ്ങുന്നത്. ആദ്യമായി ഞാൻ കരം തീർക്കുവാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഞാൻ കരം രസീത് കൊടുക്കുമ്പോൾ ഈ 18 സർവേ നമ്പർ വസ്തുക്കൾ ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ കരം എടുക്കണ്ട എന്ന് ഒരു ഉത്തരവ് പോലും ഇല്ലാതെ ഞങ്ങൾ നേരിട്ട് പറയുകയാണ്. അതുമാത്രമല്ല, ഇവർ ഈ 18 സർവേ നമ്പർ വസ്തുക്കൾ അക്കമിട്ട്
വില്ലേജ് ഓഫീസിന് ചുറ്റുമതിൽ ഒരു വെള്ള പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നീട് നിരവധി പേർ പോയെങ്കിലും കരം സ്വീകരിച്ചില്ല. ഈ ഭൂമി ഉൾപ്പെടുന്ന സർവേ നമ്പറുകൾ വില്ലേജ് ഓഫീസിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. കേസ് നടക്കുന്നതിനാൽ കരം സ്വീകരിക്കില്ലെന്ന് കാണിച്ച് 87/2012 എന്ന തള്ളിപ്പോയ കേസാണ് റഫറൻസായി എഴുതിയിരിക്കുന്നത്. കരം സ്വീകരിക്കാതിരിക്കാൻ ഒരു ഉത്തരവോ നിർദ്ദേശമോ കാണാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുമില്ല. 2012-13 വരെ കാലയളവിൽ കരമടച്ചിട്ടുള്ള ആളുകൾക്ക് കരമടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കളക്ടറും പറയണത്, കളക്ടറും 25-ാം തീയതി പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉത്തരവ് ഉള്ളതായിട്ട് അറിഞ്ഞൂടാ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഉത്തരവില്ല എന്നാണ്. മുകളിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞത് കരം എടുക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞതും ആ നിലയിലാണ്. കരം സ്വീകരിക്കാതായതോടെ സ്ഥലമുടമകൾ സംഘടിച്ചു. ആദ്യ പരാതിയുമായി എത്തിയത് 2 വ്യത്യസ്ത റിപ്പോർട്ടുകൾ നൽകിയ അഡീഷണൽ തഹസീൽദാർ ഹരിഹരൻ നായരുടെ മുന്നിൽ. പിന്നീട് RDO, ജില്ലാ കളക്ടർ എന്നിങ്ങനെ പരാതി നൽകിയവരുടെ ലിസ്റ്റ് നീളുന്നു. മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം പരിപാടിയിലും ഇവർ പരാതി നൽകി. ആ പരാതിയും അതിന് അന്നത്തെ ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയും നൽകുന്ന വിശദീകരണവും കേൾക്കുക. സർക്കാർ തലത്തിൽ ഒരു നടപടി എടുക്കാൻ പറ്റൂല. കാരണം ടൈറ്റിൽ പറയണമെങ്കിൽ അത് സിവിൽ കോടതിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. ഇവര് സിവിൽ കോടതിയെ തന്നെ സമീപിക്കേണ്ടതായിട്ട് വരും. സർ, കരം എടുത്തിരുന്നു. ഒന്ന്, ഇവരുടെ കൈവശമാണ് ഈ ഭൂമി. ഇതുവരെ പുതിയ അവകാശികൾ ഒന്നും വന്നിട്ടില്ല. ഈ 3 ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അവിടെ താമസിക്കുന്നവർക്ക് ഇതിനകത്തൊരു അവകാശം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? തീർച്ചയായും സാർ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവരെ അപേക്ഷ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ RDO ആണ് ക്യാൻസൽ ചെയ്തതെങ്കിൽ, RDOന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് തടഞ്ഞു വെച്ചതെങ്കിൽ കളക്ടർക്ക് അപ്പീലായിട്ട് അവർക്ക് തരാമായിരുന്നു. അവർ തന്നതായിട്ട് കാണുന്നില്ല. അതിൽ നമുക്ക് പരിശോധിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും സാർ. അപ്പൊ ഇത് ഒരു കാരണവശാലും ഇപ്പം താമസിക്കുന്നവർക്ക് അവിടെ നിന്ന് അവരുടെ കൈവശം ഒരു വിധത്തിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. 2013 മെയ് മാസം 14-നാണ് സുതാര്യ കേരളത്തിൽ പരാതി നൽകിയത്. ഇതിന്റെ ഹിയറിംഗ് കളക്ടർ വിളിക്കുന്നത് നവംബർ 7-നാണ്. ജില്ലാ കളക്ടർക്ക് വരെ ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നതിന് ഇത് തെളിവാണെന്ന് ഇവർ പറയുന്നു. കരമടച്ച് കൊടുക്കാത്ത എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ മൂല കാരണം കളക്ടറാണ്. കൊടുക്കരുതെന്ന് നമ്മളെ മുമ്പേ കൊടുക്കാൻ പറയും. നമ്മൾ അങ്ങോട്ട് തിരിയുമ്പം അവർ വന്നിട്ട് പോട്ടെ എന്ന് പറയും. കളക്ടറാണ് ഇങ്ങനെ ഞങ്ങളെ തിരിമറി കാണിക്കണമെങ്കിൽ ജനങ്ങൾ എന്ത് പറയണം? സലീം രാജും മുഖ്യമന്ത്രിയുടെ ഓഫീസും തട്ടിപ്പിൽ ഉൾപ്പെട്ടതോടെ രാഷ്ട്രീയ നേതൃത്വവും പ്രശ്നത്തിൽ ഇടപെട്ടു. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M. വിജയകുമാർ ചെയർമാനായി കടകംപള്ളി ഭൂസംരക്ഷണ സമിതി രൂപീകരിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും അടക്കമുള്ള ആളുകൾ ആ പ്രദേശം സന്ദർശിച്ചു. LDFന്റെ കൺവീനർ ശ്രീ വൈക്കം വിശനും ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. അങ്ങനെ അവരുടെ നിർദ്ദേശാനുസരണമാണ് LDFന്റെ ജില്ലാ കമ്മിറ്റി അവിടെ ഭൂസംരക്ഷണ സമിതി എന്ന പേരിൽ അവരെ സംരക്ഷിക്കുവാൻ, ഒരു പരിധിവരെ അവർക്ക് സംരക്ഷണമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ഭൂതട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഒരു ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ പലതും ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർക്കൊരു സംരക്ഷണം, പൂർണ്ണമായ സംരക്ഷണം, അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഭൂസംരക്ഷണ സമിതിക്ക് രൂപം കൊടുത്തത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ കടകംപള്ളി സന്ദർശനം സംഭവം സംസ്ഥാന ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് കാരണമായി. സമാനമായ തട്ടിപ്പാണ് കളമശ്ശേരിയിലും നടന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെയും തട്ടിപ്പിൽ പങ്കാളികളായി. ഞങ്ങൾ പല പ്രാവശ്യം ഈ ഓഫീസുകളായിട്ട് കയറി ഇറങ്ങുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾക്ക് ഫോൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ള പല അഭിപ്രായങ്ങളും പല സ്ഥലത്തു നിന്നും പലവരും പറഞ്ഞിട്ടുണ്ട്, പല മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസ് തീർച്ചയായിട്ടും ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തുന്ന ഉന്നത ബന്ധവും പണവുമാണ് ഇത്രയും വലിയ ഭൂമി തട്ടിപ്പ് നടത്താൻ തട്ടിപ്പുകാർക്ക് സഹായകരമായതെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്.